ബഹിരാകാശ യാത്രയിലേക്കുള്ള 4 പതിറ്റാണ്ടിന് ശേഷമുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ത്രിവർണ്ണ ശോഭ വിരിയിക്കാൻ കുതിക്കുകയാണ് ഇന്ത്യയുടെ ശുഭാംശു ശുക്ല. ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന സുവർണ നേട്ടമാണ് ശുഭാംശു സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനും ഇസ്രോ ബഹിരാകാശ സഞ്ചാരിയുമാണ് ശുഭാംശു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ മാസം 10-ന് ആക്സിയം 4-മായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം കുതിച്ചുയരും. 2019-ൽ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് ശുഭാംശു ശുക്ലയെ ISRO തെരഞ്ഞെടുത്തിരുന്നു. റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനവും നേടി. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലനം നേടിയ ശുഭാംശു 2006 ജൂണിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി. സുഖോയ്, മിഗ്, ജാഗൂർ തുടങ്ങിയ വിമാനങ്ങളിൽ ഏകദേശം 2000 മണിക്കൂറോളം പറത്തിയ പരിചയ സമ്പത്തുണ്ട് ശുഭാംശുവിന്. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടമാണ് ശുഭാംശു സ്വന്തമാക്കാൻ പോകുന്നത്. കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാംശു 7 പരീക്ഷണങ്ങൾ നടത്തും. ഗഗൻയാൻ, ഭാരതീയ അന്താരാഷ്ട്ര സ്റ്റേഷൻ ദൗത്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഹ്യൂമൻ സ്പേസ് മിഷനുകളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായി ISRO ഈ ദൗത്യത്തെ ഉപയോഗിക്കുന്നു. ആക്സിയം 4 ദൗത്യത്തിലെ അനുഭവ സമ്പത്ത് ഗഗൻയാൻ ദൗത്യത്തിന് ഏറെ പ്രയോജനം ചെയ്യും. മുതിർന്ന ആസ്ട്രോനട്ടായ പെഗി വിൻസനാണ് മിഷൻ കമാൻഡർ. 14 ദിവസത്തോളമാണ് ആക്സിയം 4 ദൗത്യം നീണ്ടു നിൽക്കുന്നത്. മലയാളിയായ പ്രശാന്ത് നായരെയാണ് ശുഭാംശു ശുക്ലയുടെ ബാക്കപ്പായി തെരഞ്ഞെടുത്തത്. സയൻസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.